രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലളിത സഹസ്രനാമത്തിൻ്റെ പിന്നിലെ കഥ പറയുകയാണ്. ലളിത സഹസ്രനാമത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. ലളിത സഹസ്രനാമം ചൊല്ലാത്തവരായിട്ടും ആരുമില്ല. എങ്ങനെയാണ് ഈ ലളിത സഹസ്രനാമം വന്നത്? ശ്രീവിദ്യാ മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ലളിത സഹസ്രനാമം എന്നറിയുക. പൂരങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം ശ്രീപൂരവും ശക്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം സാക്ഷാൽ ലളിതാംബികയുമാകുന്നു. ഒരു ദിവസം ഭക്തർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ലളിതാദേവി തീരുമാനിച്ചു. അങ്ങനെ ലളിതാദേവി വശിനി തുടങ്ങിയ വാഗ്ദേവതകളെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, എൻ്റെ ചക്രത്തിൻ്റെ രഹസ്യമറിയാവുന്നവരാണ് വശിനി ദേവിയും മറ്റും. എന്നു മാത്രവുമല്ല, എൻ്റെ കൃപാ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് നല്ല വാഗ്വിലാസവുമുണ്ട്. അപ്പം വശിനി ദേവികളും മറ്റു ദേവതമാരും കൂടെ ചേർന്നിട്ട് എൻ്റെ 1000 നാമങ്ങൾ കൊണ്ടൊരു സ്തോത്രം ജപിക്കണം. എനിക്കറിയാം, എൻ്റെ നാമങ്ങൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. വശിനി ദേവിക്ക് എൻ്റെ നാമം വളരെ പ്രിയപ്പെട്ടതുമാണ്. അതുകൊണ്ട് എൻ്റെ 1000 നാമങ്ങൾ കൊണ്ട് നിങ്ങളൊരു സഹസ്രനാമം രചിക്കണം. ഇത് ആര് ജപിച്ചാലും എനിക്ക് സന്തോഷമുണ്ടാകത്തക്ക വിധമായിരിക്കണം ഇത് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ എൻ്റെ നാമങ്ങൾ, എൻ്റെ 1000 നാമങ്ങൾ ചേർത്ത് എഴുതണം. ഇത് ആര് ജപിച്ചാലും, ദുഷ്ടൻ ജപിച്ചാലും നല്ലവൻ ജപിച്ചാലും ആര് ജപിച്ചാലും എനിക്ക് സന്തോഷമുണ്ടാകണം. അങ്ങനെ ഉണ്ടാകത്തക്കവണ്ണം നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ വശിനിയും ദേവിയും കൂടെ ചേർന്നിട്ട്, വശിനി ദേവിയും മറ്റ് വാഗ്ദേവതകളും കൂടെ ചേർന്നിട്ട് ദേവിയുടെ രഹസ്യനാമങ്ങളിൽ അത്യുത്തമമായ ഒരു സ്തോത്രം നിർമ്മിച്ചു. ദേവിയുടെ രഹസ്യനാമങ്ങൾ കൊണ്ട് അതീവ ശ്രേഷ്ഠമായ ഒരു സഹസ്രനാമം ജപിച്ചു. ഇത് രഹസ്യനാമസാഹസ്രം എന്ന പേരിലാണ് പ്രശസ്തി നേടിയത്. രഹസ്യനാമസാഹസ്രം എന്ന പേര്. അങ്ങനെ അത് എഴുതി കഴിഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞു. പിന്നീടൊരിക്കൽ സദസ്സിൽ സിംഹാസനസ്ഥയായിട്ട് സാക്ഷാൽ അംബിക അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എല്ലാവർക്കും തന്നെ സേവിക്കാൻ ഒരവസരം കൊടുത്തു. അപ്പൊ ദേവിയെ സേവിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ലക്ഷ്മി നാരായണന്മാരും കോടിക്കണക്കിന് ഗൗരി സമേതനായ ശിവനും ദേവീ സേവയ്ക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ കോടിക്കണക്കിന് ലക്ഷ്മി, കോടിക്കണക്കിന് നാരായണൻ, കോടിക്കണക്കിന് ശിവന്മാര്, കോടിക്കണക്കിന് പാർവതി, മന്ത്രിണി, ദണ്ഡിനി, അങ്ങനെ തുടങ്ങിയ വിവിധ കാരകങ്ങളായ ശക്തികളെല്ലാം എത്തി. എത്ര പേരുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ആ സമയത്ത് ലളിതാദേവി അവർക്ക് ദർശനം കൊടുക്കുകയാണ്. സർവാംഗ സുന്ദരിയായി, സർവാഭരണ വിഭൂഷിതയായിട്ട് ലളിതാദേവി അവർക്ക് ദർശനം കൊടുത്തു. എല്ലാവരും ദേവിയെ താണ് വീണു തൊഴുതു. അതിനുശേഷം അവരെല്ലാവരും അവരുടെ യഥാസ്ഥാനങ്ങളിൽ ചെന്നിരുന്നു. അപ്പൊ ദേവി തൻ്റെ കടക്കണ്ണുകൊണ്ട് വശിനി തുടങ്ങിയ ദേവിമാർക്ക് സൂചന കൊടുത്തു. അപ്പോൾ വശിനി ദേവിമാരും മറ്റു വാഗ്ദേവതമാരും എഴുന്നേറ്റിട്ട് ആ ദേവിയുടെ 1000 നാമങ്ങളാൽ അവർ രചിക്കപ്പെട്ട ഈ സഹസ്രനാമം, അതായത് രഹസ്യനാമ സാഹസ്രം എന്നത് ദേവിയുടെ മുന്നിൽ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് ചൊല്ലി. അത് കേട്ടതോടുകൂടി ദേവി സംപ്രീതയായി മാറി. ലളിതാദേവി അങ്ങ് പ്രസന്നവതിയായി. സദസ്യര് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. അപ്പനെ പരമേശ്വരിയായ ലളിത സന്തോഷവതിയായി തീർന്നിട്ട് ലളിതാദേവി സദസ്യരോട് പറഞ്ഞു, എൻ്റെ ആജ്ഞ കൊണ്ടാണ് വശിനി ദേവി ഈ ഉത്തമ സ്തോത്രം എഴുതിയിരിക്കുന്നത്. ഇതിൽ
എൻ്റെ നാമത്താൽ അങ്കിതമാണ്. എന്ന് പറഞ്ഞാൽ ഈ സഹസ്രനാമം ഓരോന്നിലും എൻ്റെ പേരുകളാണ്, എൻ്റെ പേരിൻ്റെ മുദ്രകളാണ് ചാർത്തിയിരിക്കുന്നത്. ഇതെനിക്ക് വളരെ പ്രീതികരമാണ്. ഇതാര് ചൊല്ലിയാലും എൻ്റെ പ്രീതിക്ക് പാത്രമാകും. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന കോടിക്കണക്കിന് ലക്ഷ്മി നാരായണന്മാരെയും ശിവനെയും നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ നാമങ്ങളുടെ മുദ്ര പതിപ്പിച്ച വശിനി ദേവി തുടങ്ങിയ വാഗ്ദേവതമാരെഴുതിയ ഈ രഹസ്യ നാമ സാഹസ്രം ആര് ജപിച്ചാലും ശരി തന്നെ, അവർ എനിക്ക് സംപ്രീതരായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങളും ഇത് ജപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും താണ് വീണ് തൊഴുതു. അപ്പോൾ ലളിതാദേവി പറഞ്ഞു, ഈ രഹസ്യ നാമ സഹസ്രം ഇന്നു മുതൽ ലളിത സഹസ്രനാമം എന്ന പേരിൽ അറിയപ്പെടുന്നു. എൻ്റെ ഭക്തർ ഒരിക്കൽ ജപിച്ചാൽ പോലും ആരാണോ ഒരിക്കൽ എന്നിൽ മനസ്സുറപ്പിച്ച് ജപിക്കുന്നത് അവൻ പോലും എനിക്ക് പ്രിയപ്പെട്ടവനാകും. അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കും. ശ്രീചക്രത്തിൽ എന്നെ അർച്ചിക്കണം. ശ്രീചക്രം വരച്ച് അതിനകത്ത് എന്നെ അർച്ചിക്കണം. എന്നിട്ട് പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കണം. അതിനുശേഷം വേണം എൻ്റെ സഹസ്രനാമങ്ങൾ ചൊല്ലാൻ. അപ്പോൾ ഈ ശ്രീചക്രത്തിനകത്ത് എന്നെ അർച്ചിക്കണം, പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കണം. അതിനുശേഷം വേണം എൻ്റെ സഹസ്രനാമം ചൊല്ലാൻ. എന്നിട്ട് ദേവി ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശ്രീചക്രത്തിൽ അർച്ചിക്കാൻ അറിയാൻ വയ്യെങ്കിൽ വേണ്ട, പഞ്ചദശാക്ഷരി മന്ത്രം അറിയാൻ വയ്യെങ്കിൽ അതും വേണ്ട. അർച്ചനയും ജപവും ഒന്നും കൂടാതെ നിത്യവും എൻ്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രീതിക്ക് പാത്രമാവുകയും ഇത് ജപിക്കുന്നവന് സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അന്നു മുതൽ ലളിതാ സഹസ്രനാമം കോടിക്കണക്കിന് ലക്ഷ്മിയും നാരായണന്മാരും ശിവനും പാർവതിയും ബ്രഹ്മാണ്ടങ്ങളിലെ സകല ജീവജാലങ്ങളും ജപിക്കാൻ തുടങ്ങി. നമ്മൾ മന്ത്രോപദേശം കൊടുക്കുമ്പോൾ ദേവന്റെ മന്ത്രം, അത് പ്രത്യേകിച്ചും പണ്ട് കാലത്ത് മന്ത്രോപദേശം കൊടുക്കുമ്പോൾ ദേവന്റെ മന്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ലളിതാ സഹസ്രനാമവും കൂടെ കൊടുക്കും. കാരണം ലളിതാ സഹസ്രനാമം ഉണ്ടെങ്കിൽ അവൻ അന്നം കഴിച്ച് ജീവിക്കാം, ഒരിക്കലും അന്നം മുട്ടില്ല. അപ്പം മന്ത്രദീക്ഷ കൊടുക്കുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ലളിതാ സഹസ്രനാമവും കൂടെ കൊടുക്കും. അതും കൂടെ ജപിച്ചോളാൻ പറയും. അത്രയ്ക്ക് പരമ പവിത്രമാണ് ലളിതാ സഹസ്രനാമം. ഇതാണ് ലളിതാ സഹസ്രനാമത്തിന് പിന്നിലെ കഥ. ജപിച്ചുകൊള്ളൂ ലളിതാ സഹസ്രനാമം. അധികം താമസിയാതെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഞാൻ തുടങ്ങുന്നതാണ്. നിരവധി അമ്മമാരാണ് എന്നെ അതിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണെങ്കിലും അമ്മമാരുടെ സ്നേഹമായ നിർബന്ധത്തിന് ഞാൻ വഴങ്ങുന്നു. ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് അധികം താമസിയാതെ തുടങ്ങുന്നതാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.